Our topic is a thermostatic expansion valve or constant superheat valve. അപ്പോൾ നമ്മൾ എക്സ്പാൻഷൻ വാൽവുകളായിരുന്നു പഠിച്ചു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ മൂന്നെണ്ണം കണ്ടു. അപ്പോൾ അതിൽ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റാണ് തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവിലുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് നമുക്ക് ഇവാപ്പറേറ്ററിലെ ആ പ്രഷർ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവിൽ ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. നമ്മൾ ഓൾറെഡി വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെയൊക്കെ pH ഡയഗ്രം നമ്മൾ പഠിച്ചു, അതുപോലെ TS ഡയഗ്രം പഠിച്ചു. അതിൽ പോയിൻ്റ് 1 എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റർ റീജിയനിൽ വന്നു കഴിയുമ്പോൾ അതെങ്ങനെയാണ് ആ ഇവാപ്പറേറ്ററിൽ നടക്കുന്ന പ്രോസസ്സ് എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഒരു എക്സ്പാൻഷൻ വാൽവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പോയിൻ്റ് 1 ടെമ്പറേച്ചർ, ആ സൂപ്പർ ഹീറ്റർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു. അതിൽ കൂടിക്കഴിഞ്ഞാലോ അതിൽ കുറഞ്ഞു കഴിഞ്ഞാലോ ഈ ഒരു വാൽവ് ഓപ്പറേറ്റ് ചെയ്യും. ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന ഒരു ഉദ്ദേശമാണ് ഈ ഒരു തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് കൊണ്ട് വർക്കിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് വായിക്കാം. മോസ്റ്റ് കോമൺലി ഡിവൈസ് യൂസ്ഡ് ഇൻ കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ റെഫ്രിജറേഷൻ സിസ്റ്റംസ്. It maintains a constant superheat of the vapor refrigerant at the end of the evaporator coil by controlling the flow of liquid refrigerant through the evaporator. അപ്പോൾ എപ്പോഴും ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറുള്ള സൂപ്പർ ഹീറ്റഡ് വേപ്പർ റെഫ്രിജറൻറ്റ് വരിക. ആ ടെമ്പറേച്ചറിനേക്കാളും കൂടുതലാകാൻ പാടില്ല, കുറവാകാൻ പാടില്ല. അപ്പോൾ അത് എങ്ങനെയാണ് പോസിബിൾ ആക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവാപ്പറേറ്ററിലൂടെ വിടുന്ന റെഫ്രിജറൻറ്റിൻ്റെ എമൗണ്ട് അത് വേരി ചെയ്തുകൊണ്ടാണ് ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ എപ്പോഴും ആ പർട്ടിക്കുലർ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് സൂപ്പർ ഹീറ്റർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത് ബൈ കൺട്രോളിങ് ദ ഫ്ലോ ഓഫ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് ത്രൂ ദ ഇവാപ്പറേറ്റർ. ഇപ്പോൾ ഇവാപ്പറേറ്ററിലൂടെ കൂടുതൽ റെഫ്രിജറൻറ്റ് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ സൂപ്പർ ഹീറ്റർ വേപ്പർ ആകണമെന്ന് നിർബന്ധമില്ല. തീരെ കുറച്ച് റെഫ്രിജറൻ്റ് ആണ് പോകുന്നതെങ്കിൽ ഇവാപ്പറേറ്ററിൻ്റെ എക്സിൽ നല്ല സൂപ്പർ ഹീറ്റഡ് വേപ്പർ റെഫ്രിജറൻറ്റ് വന്നെന്ന് വരാം. സോ നമുക്കിവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എപ്പോഴും ഒരു പർട്ടിക്കുലർ സൂപ്പർ ഹീറ്റാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുക, അതിനു വേണ്ട റെഫ്രിജറൻറ്റ് മാത്രം ഇവാപ്പറേറ്ററിലൂടെ കടത്തിവിടുക എന്നതാണ് ഈ ഒരു വാൽവിൻ്റെ എയിം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇതാണ്, നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവുമായിട്ട് ചെറിയ ചെറിയ സാമ്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ എക്സ്പാൻഷൻ വാൽവ്. ആ എക്സ്പാൻഷൻ വാൽവ് ഇവാപ്പറേറ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് ഇവാപ്പറേറ്റർ കോയിൽ. അപ്പോൾ ഈ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവിലേക്ക് റെഫ്രിജറൻറ്റ് കയറാനുള്ള പ്രൊവിഷൻ കയറുന്നത് ഇതുവഴിയാണ്. ദെൻ കയറിയതിന് ശേഷം ഈ വാൽവ് ഓപ്പൺ ആണെങ്കിൽ ഈ വാൽവ് വഴി റെഫ്രിജറൻറ്റ് ഈ ഇവാപ്പറേറ്റർ കോയിലിലേക്ക് കടക്കുന്നു. ഇവാപ്പറേറ്റർ കോയിലൂടെ കടന്നുപോയി ദെൻ അതിനുശേഷം അത് കംപ്രസറിലേക്ക് പോകുന്നു. ഇതാണ് റെഫ്രിജറൻറ്റിൻ്റെ ഒരു ഫ്ലോ വാൽവ് ഓപ്പൺ ആണെങ്കിൽ. അതോടൊപ്പം തന്നെ ഈ കയറുന്ന ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഇവിടെ എല്ലാം ഫില്ലാകുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പോർഷനിലൊക്കെ ഫില്ലാകുന്നു. അതിനുശേഷമാണത് ഇവാപ്പറേറ്ററിലൂടെയൊക്കെ കടന്ന് പോകുന്നത്. അപ്പോൾ ഇവിടെയും നമുക്കൊരു ഡയഫ്രം ഉണ്ട്. ഈ കാണുന്നതാണ് ഡയഫ്രം. ഡയഫ്രത്തിൻ്റെ ബോട്ടം സൈഡിലായിട്ടായിരിക്കും നമ്മൾ വാൽവ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ആ വാൽവിൻ്റെ ഒരു സൈഡിലായിട്ടായിരിക്കും സ്പ്രിങ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്പ്രിങ് കണക്ട് ചെയ്തിരിക്കുന്നത് മറ്റു രീതിയിലാണ് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ വാൽവേയിലാണ് നമ്മൾ സ്പ്രിങ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ സ്പ്രിങ് അതിൻ്റെ ടൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ക്രൂവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ കാണുന്ന വാൽവും വാൽവ് സീറ്റുമാണ്. ദെൻ വാൽവ് ഡയഫ്രമായിട്ട് കണക്ട് ചെയ്യുന്ന റോഡാണ് ഈ കാണുന്നത്. ഇനി ഈ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ഇവാപ്പറേറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്നു. ദെൻ ഇവാപ്പറേറ്ററിൻ്റെ ഒരു എൻഡ് കംപ്രസറിലേക്ക് നമ്മൾ കൊടുക്കുന്നു. ഇനി അതോടൊപ്പം തന്നെ ഇവിടെ ഫീലർ ബൾബ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അതായത് ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റ് അല്ലെങ്കിൽ കംപ്രസറിലേക്ക് പോകുന്ന ഇൻലെറ്റ്, ആ ഒരു ലൈൻ അല്ലെങ്കിൽ കംപ്രസറിലേക്ക് പോകുന്ന ആ ഒരു സക്ഷൻ ലൈനുമായിട്ട് സക്ഷൻ ലൈനിൻ്റെ ബോട്ടത്തിൽ നമ്മളൊരു ഫീലർ ബൾബ് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ ഫീലർ ബൾബിനകത്ത് എന്തെന്ന് ചോദിച്ചാൽ, ഫീലർ ബൾബിൽ നമ്മൾ പാർഷ്യലി ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഫീലർ ബൾബിൻ്റെ എന്താണ് ഡ്യൂട്ടി എന്ന് ചോദിച്ചാൽ, ഈ ഫീലർ ബൾബിനകത്തുള്ള റെഫ്രിജറൻറ്റ്, ആ റെഫ്രിജറൻറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിലെ ടെമ്പറേച്ചർ എന്താണോ, അല്ലെങ്കിൽ സക്ഷൻ ലൈനിലേക്ക് പോകുമ്പോഴുള്ള ആ റെഫ്രിജറൻറ്റ് അതിൻ്റെ ടെമ്പറേച്ചർ എന്താണോ അത് തന്നെയാണ് ഫീലർ ബൾബിനകത്തുള്ള റെഫ്രിജറൻറ്റിൻ്റെ ടെമ്പറേച്ചറും. കാരണം ഇത് രണ്ടും വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സക്ഷൻ ലൈനിൽ എന്താണോ ടെമ്പറേച്ചർ അതേ ടെമ്പറേച്ചർ തന്നെയാണ് ഫീലർ ബൾബിനകത്തും. ഓക്കെ, ഇനി നമുക്ക് ഈ ഡയഫ്രത്തിൽ ഏതൊക്കെ പ്രഷറുകൾ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഡയഫ്രം നമുക്കറിയാം, റെഫ്രിജറൻറ്റ് കയറുന്നു, അതിനുശേഷം റെഫ്രിജറൻറ്റ് ഇവാപ്പറേറ്ററിലേക്ക് പോകുന്നു. സോ ഇവാപ്പറേറ്ററും ഈ ഒരു സെക്ഷനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയഫ്രത്തിൻ്റെ ബോട്ടം പോർഷനിൽ ഒരു ഇവാപ്പറേറ്റർ പ്രഷറുണ്ട്, അത് അപ്വാർഡ് ഡയറക്ഷനിലാണ്. അതോടൊപ്പം തന്നെ സ്പ്രിംഗ് പ്രഷർ ആക്ട് ചെയ്യുന്നതും ഡയഫ്രത്തിൻ്റെ ബോട്ടം സൈഡിലാണ്, അതും അപ്വാർഡ് ഡയറക്ഷനിലാണ്. അതാണ് നമ്മൾ PS സ്പ്രിംഗ് പ്രഷർ. അപ്പോൾ ഇവാപ്പറേറ്റർ പ്രഷറും സ്പ്രിംഗ് പ്രഷറും അപ്വാർഡ് ആക്ട് ചെയ്യുന്നു, അത് ഡയഫ്രത്തിൻ്റെ ബോട്ടം സൈഡിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് പ്രഷർ, അതായത് PE ആയിക്കോട്ടെ അല്ലെങ്കിൽ PS ആയിക്കോട്ടെ, ഇത് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രഷറും ഈ വാൽവ് ക്ലോസ് ചെയ്യുന്നതിനാണ് കാരണക്കാരാകുക. വാൽവ് ക്ലോസ് ചെയ്യുന്നതിനാണ് PSഉം PEയും കാരണക്കാരാകുക. ഇനി ഡയഫ്രത്തിന് മുകളിൽ ആക്ട് ചെയ്യുന്ന പ്രഷറാണ് PB, ബൾബ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഫീലർ ബൾബ്, ആ ഫീലർ ബൾബ് മൂലമുണ്ടാകുന്ന പ്രഷറാണ് PB. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം ഫീലർ ബൾബ് അവിടുത്തെ ടെമ്പറേച്ചർ കൂടുകയാണെന്ന് കരുതിക്കോ, അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് PBയുടെ വാല്യൂ കൂടും. ഇനി ഫീലർ ബൾബിലെ പ്രഷർ കുറയുവാണെങ്കിൽ PB എന്ന് പറയുന്ന വാല്യൂ കുറയും. അപ്പോൾ PB ആണ് ഈ ഡയഫ്രത്തിന് മുകളിൽ ആക്ട് ചെയ്യുന്ന ഡൗൺവാർഡ് ഫോഴ്സ്, PB ആണ് ഈ വാൽവ് ഓപ്പൺ ആകുന്നതിന് കാരണക്കാരനാകുന്ന പ്രഷർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പൊതുവേ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് നോക്കിയാൽ, ഇൻ കേസ് ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ വരുന്നത് വളരെ ടെമ്പറേച്ചർ കൂടി, അതായത് നമ്മൾ സെറ്റ് ചെയ്തതിനേക്കാളും കൂടിയ ടെമ്പറേച്ചറിലുള്ള ഒരു സൂപ്പർ ഹീറ്റഡ് വേപ്പറാണ് വരുന്നതെന്ന് കരുതുക ഈ സക്ഷൻ ലൈനിൽ. അങ്ങനെയെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഫീലർ ബൾബിലെ ടെമ്പറേച്ചറും കൂടും. കാരണം സക്ഷൻ ലൈൻ ഏത് ടെമ്പറേച്ചറാണോ ഇരിക്കുന്നത് അതേ ടെമ്പറേച്ചറിലായിരിക്കും ഫീലർ ബൾബ് വരിക. അപ്പോൾ ഈ ഫീലർ ബൾബിനകത്തെ ടെമ്പറേച്ചറും കൂടുന്നു, കറസ്പോണ്ടിങ് ആയിട്ട് PB വാല്യൂ കൂടുന്നു. PB വാല്യൂ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ കാണുന്ന ഡയഫ്രം താഴുന്നു. ഡയഫ്രം താഴുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വാൽവ് ഓപ്പൺ ആകുന്നു. ലിക്വിഡ് റെഫ്രിജറൻറ്റ് കൂടുതൽ ഇവാപ്പറേറ്ററിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് കാരണമാകുന്നു. അങ്ങനെ ഇവാപ്പറേറ്ററിലേക്ക് കൂടുതൽ ലിക്വിഡ് റെഫ്രിജറൻറ്റ് എൻ്റർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സക്ഷൻ ലൈനിലെ ആ എക്സിറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറയുന്നു. ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇവാപ്പറേറ്റർ ഒരു പർട്ടിക്കുലർ ലോഡിൽ വർക്ക് ചെയ്യുന്നു, നമ്മൾ വളരെ കുറച്ച് റെഫ്രിജറൻ്റാണ് ഇവാപ്പറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഏത് സ്പേസ് ആണോ കൂൾ ചെയ്യേണ്ടത് അവിടുത്തെ ഹീറ്റ് മുഴുവൻ ആ കുറച്ച് റെഫ്രിജറൻ്റ് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് വളരെ സൂപ്പർ ഹീറ്റഡ് ടെമ്പറേച്ചറിലേക്ക് മാറും. അതേസമയം കുറച്ച് കൂടുതൽ റെഫ്രിജറൻ്റാണ് ഇവാപ്പറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ കൂടുതൽ റെഫ്രിജറൻ്റ് ഉള്ളതുകൊണ്ട് അതെല്ലാം കൂടെ ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ തന്നെയും അത് സൂപ്പർ ഹീറ്റ് ആകും. പക്ഷെ വളരെ ഹൈ ടെമ്പറേച്ചർ സൂപ്പർ ഹീറ്റഡ് അവസ്ഥ എന്ന് പറയുന്ന ഒന്നിലേക്ക് മാറുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇൻ കേസ് സക്ഷൻ ലൈനിലെ ടെമ്പറേച്ചർ കണ്ടമാനമായിട്ട് കൂടുകയാണ് എന്ന് കരുതുക, നമുക്ക് വേണ്ടത് എപ്പോഴും ഈ സക്ഷൻ ലൈൻ അല്ലെങ്കിൽ ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിലെ ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ സൂപ്പർ ഹീറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനേക്കാളും കൂടി പോയി കഴിഞ്ഞാൽ അപ്പോൾ ഈ വാൽവ് ഓപ്പൺ ആവുന്നു, കൂടുതൽ റെഫ്രിജറൻറ്റ് ഇവാപ്പറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പഴയ സൂപ്പർ ഹീറ്റ് ടെമ്പറേച്ചറിലേക്ക് എത്തിച്ചേരുന്നു. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ ടെമ്പറേച്ചർ താന്നു പോകുകയെന്ന് കരുതിക്കോ, നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ സൂപ്പർ ഹീറ്റിനേക്കാളും താന്നു പോകുകയെന്ന് കരുതിക്കോ, അപ്പോൾ എന്ത് സംഭവിക്കും? കറസ്പോണ്ടിങ് ആയിട്ട് PB വാല്യൂ കുറയും. അപ്പോൾ ഡയഫ്രം മുകളിലേക്ക് പോകും, ദെൻ വാൽവ് അടയും. അപ്പോൾ ഇവാപ്പറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്ന റെഫ്രിജറൻ്റ് എമൗണ്ട് കുറയും. റെഫ്രിജറൻ്റ് എമൗണ്ട് കുറയുമ്പോൾ പതുക്കെ ഗ്രാജുവലി ഈ സക്ഷൻ ലൈനിൽ വരുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചറിലേക്ക് എത്തിക്കും.
അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവിലൂടെ ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ വരുന്നത് പർട്ടിക്കുലർ ടെമ്പറേച്ചറുള്ള സൂപ്പർ ഹീറ്റ് വേപ്പർ ആയിരിക്കണം. അതിനേക്കാളും കൂടുതലാകാൻ പാടില്ല, കുറവാകാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ ഈ ഒരു എക്സ്പാൻഷൻ, ഈ ഒരു തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ഉപയോഗിച്ചുകൊണ്ട് പോസിബിൾ ആക്കുന്നു. ഇൻ കേസ് ഇവാപ്പറേറ്റർ എക്സിലെ ടെമ്പറേച്ചർ കൂടുവാണെങ്കിൽ ഇവാപ്പറേറ്ററിലേക്ക് കൂടുതൽ റെഫ്രിജറൻ്റ് സപ്ലൈ ചെയ്തുകൊണ്ട് ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂവിലേക്ക് എത്തിക്കുന്നു. ഇനി ഇൻ കേസ് ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിലെ ടെമ്പറേച്ചർ താഴുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഇവാപ്പറേറ്ററിലേക്കുള്ള റെഫ്രിജറൻ്റ് ഫ്ലോ കുറച്ചുകൊണ്ട് ആ ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിലെ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത വാല്യൂവിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ എപ്പോഴും ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറുള്ള സൂപ്പർ ഹീറ്റഡ് വേപ്പർ മാത്രമേ അവൈലബിൾ ആകത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഇവാപ്പറേറ്ററിനെ നമുക്ക് അപ്പോൾ ഇത്തരത്തിൽ യൂസ് ചെയ്യുന്ന തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയുള്ള ഒരു ഗുണം എന്താണ്? ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ എപ്പോഴും ഒരു വേപ്പറേ ഉണ്ടാകത്തുള്ളൂ, അതൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലേക്ക് സൂപ്പർ ഹീറ്റഡായ വേപ്പറേ ഉണ്ടാകത്തുള്ളൂ എന്ന് എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള എക്സ്പാൻഷൻ വാൽവ് യൂസ് ചെയ്യുന്ന ഇവാപ്പറേറ്ററിനെ നമ്മൾ ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്റർ എന്ന് പറയും. കാരണം നമ്മൾ ഓൾറെഡി ഇവാപ്പറേറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ഒരു എക്സ്പാൻഷൻ ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ എക്സ്പാൻഷൻ ഡിവൈസാണ് ഇവാപ്പറേറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന റെഫ്രിജറൻറ്റിനെ കൺട്രോൾ ചെയ്ത് ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന സൂപ്പർ ഹീറ്റ് വേപ്പർ ഉണ്ടാകണം. ആ രീതിയിലാണ് ഈ വാൽവ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ആ ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്ററിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻ കേസ് പി ബി കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് സക്ഷൻ ലൈനിലെ ടെമ്പറേച്ചർ കുറയുന്നു എന്നുള്ളതാണ്. സക്ഷൻ ലൈനിലെ ടെമ്പറേച്ചർ കുറഞ്ഞു മീൻസ് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കുന്നു? വാൽവ് ക്ലോസ് ആകുന്നു, ഇവാപ്പറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്ന റെഫ്രിജറൻ്റ് എമൗണ്ട് കുറയ്ക്കുന്നു. ഇനി സക്ഷൻ ലൈനിലെ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ പി ബി വാല്യൂ കൂടുന്നു, ദെൻ വാൽവ് കൂടുതൽ ഓപ്പൺ ആകുന്നു, കൂടുതൽ റെഫ്രിജറൻ്റ് ഇവാപ്പറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ എപ്പോഴും ഈ സക്ഷൻ ലൈനിൽ ഒരു കോൺസ്റ്റൻറ്റ് സൂപ്പർ ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ അതാണ് ഇതിലെ അറേഞ്ച്മെൻറ്റ്. ഈ കാണുന്നതാണ് തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ്. ഇതാണ് ഫീലർ ബൾബ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ നീഡിൽ വാൽവ് ആൻഡ് എ സീറ്റ്. നമ്മൾ ഓൾറെഡി കണ്ടു. ഇതാണ് വാൽവ്. ആ വാൽവ് വന്നിരിക്കാൻ വേണ്ടിയുള്ള വാൽവ് സീറ്റ്. അപ്പോൾ ഈ വാൽവ് മുകളിലേക്ക് പോകും തോറും ഈ ഓപ്പണിംഗ് കുറയുവാണ്. അതനുസരിച്ച് എന്ത് സംഭവം? ഇവാപ്പറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്ന റെഫ്രിജറൻ്റ് എമൗണ്ട് കുറയുന്നു. ദെൻ വാൽവ് താഴും തോറും ഓപ്പണിംഗ് കൂടുന്നു, ഇവാപ്പറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്ന റെഫ്രിജറൻ്റ് എമൗണ്ടും കൂടുന്നു. Then it consists of a needle valve and a seat, a metallic diaphragm, spring adjusting through feeler or thermal bulb. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഈ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്പ്രിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? എത്ര ടെമ്പറേച്ചറാണ് നമുക്ക് എക്സിറ്റിൽ വരേണ്ടത്, ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ വരുന്നത് എന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇനി ഇവാപ്പറേറ്ററിലെ ടെമ്പറേച്ചർ, ആ എക്സിറ്റ് ടെമ്പറേച്ചർ നമുക്ക് വേരി ചെയ്യണമെങ്കിൽ ഈ സ്പ്രിങ് ഉപയോഗിച്ചുകൊണ്ട് വേരി ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്പ്രിങ് ആണ് നമ്മൾ ആദ്യം ഇനീഷ്യലി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ എത്ര സൂപ്പർ ഹീറ്റ് ടെമ്പറേച്ചറിലുള്ള വേപ്പർ വരണമെന്ന് തീരുമാനിക്കുക. ഫീലർ ബൾബ് ഈസ് മൗണ്ടഡ് ഓൺ ദ സക്ഷൻ ലൈൻ നിയർ ദ ഔട്ട്ലെറ്റ് ഓഫ് ദ ഇവാപ്പറേറ്റർ കോയിൽ. ദ ഫീലർ ബൾബ് ഈസ് പാർഷ്യലി ഫിൽഡ് വിത്ത് ദ സെയിം ലിക്വിഡ് റെഫ്രിജറൻറ്റ് as used in the refrigeration system. Then the opening and closing of the valve depends upon the following forces acting on the diaphragm. നമ്മൾ കണ്ടു ഡയഫ്രത്തിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും ഏതൊക്കെ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നു. The spring pressure acting on the bottom side of the diaphragm, the evaporator pressure acting on the bottom side of the diaphragm. അപ്പോൾ സ്പ്രിംഗ് പ്രഷറും ഇവാപ്പറേറ്റർ പ്രഷറും ആ ഡയഫ്രത്തിൻ്റെ ബോട്ടത്തിൽ ആക്ട് ചെയ്യുന്നു. ഇനി ദ ഫീലർ ബൾബ് പ്രഷർ ആക്ടിങ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ഡയഫ്രത്തിൻ്റെ ടോപ്പിൽ ആക്ട് ചെയ്യുന്നത് ഫീലർ ബൾബിലെ പ്രഷറാണ്. ഫീലർ ബൾബ് ഈസ് ഇൻസ്റ്റാൾഡ് ഓൺ ദ സക്ഷൻ ലൈൻ, ദെയർഫോർ ഇറ്റ് വിൽ ബി അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആസ് ദ റെഫ്രിജറന്റ് അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് ഫീലർ ബൾബ് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു സക്ഷൻ ലൈനിലാണ്. അപ്പോൾ സക്ഷൻ ലൈനിലെ ഏത് ടെമ്പറേച്ചറാണോ
അതേ ടെമ്പറേച്ചർ തന്നെയായിരിക്കും ഫീലർ ബൾബിലെയും ടെമ്പറേച്ചർ. ദെൻ എനി ചേഞ്ച് ഇൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ റെഫ്രിജറൻറ്റ് will cause a change in pressure in the feeler bulb which will be transmitted to the top of the diaphragm. അതായത് ഈ സക്ഷൻ ലൈൻ അല്ലെങ്കിൽ ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ എന്തെങ്കിലും രീതിയിലൊരു ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതാരെ ബാധിക്കും? ഫീലർ ബൾബിനെ ബാധിക്കും. അങ്ങനെ ഫീലർ ബൾബിൽ ബാധിച്ചു കഴിഞ്ഞാൽ ഇത് സംഭവിക്കും, ഫീലർ ബൾബിനകത്തുള്ള പ്രഷറിന് അത് വേരിയേഷൻ ഉണ്ടാകും. അങ്ങനെ പി ബി വേരി ചെയ്യും. പി ബി വേരി ചെയ്യുന്നതനുസരിച്ച് ഡയഫ്രത്തിൽ ആക്ട് ചെയ്യുന്ന ആ ഒരു ഫോഴ്സും മാറുന്നു. അത് വാൾവ് ഓപ്പൺ ആകുന്നതിനും ക്ലോസ് ആകുന്നതിനും കാരണമാകുന്നു. അണ്ടർ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ദ ഫീലർ ബൾബ് പ്രഷർ ആക്ടിംഗ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഡയഫ്രം ഈസ് ബാലൻസ്ഡ് ബൈ ദ സ്പ്രിംഗ് പ്രഷർ ആൻഡ് ദ ഇവാപ്പറേറ്റർ പ്രഷർ ആക്ടിംഗ് ഓൺ അറ്റ് ദ ബോട്ടം ഓഫ് ദ ഡയഫ്രം. അതായത് നോർമൽ രീതിയിൽ വർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ കണ്ടമാനം ലോഡ് കൂടുന്നില്ല, കണ്ടമാനം ലോഡ് കുറയുന്നില്ല എന്നൊരവസ്ഥയിൽ നോർമൽ രീതിയിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ ഈ ഫോഴ്സുകളെല്ലാം ബാലൻസ്ഡ് ആണ്. അതായത് ഫീലർ ബൾബ് പ്രഷറും ഈക്വൽ ടു ഇവാപ്പറേറ്റർ പ്രഷർ പ്ലസ് സ്പ്രിംഗ് പ്രഷർ എന്ന് പറയാം. ഇനി ദ ഫോഴ്സ് ടെൻഡിങ് ടു ക്ലോസ് ദ വാൾവ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ സ്പ്രിംഗ് പ്രഷർ ആൻഡ് ഇവാപ്പറേറ്റർ പ്രഷർ. അപ്പോൾ സ്പ്രിംഗ് പ്രഷറും ഇവാപ്പറേറ്റർ പ്രഷറും അത് രണ്ടും അപ്വാർഡാണ്. ഈ രണ്ട് ഫോഴ്സുകളുമാണ് അല്ലെങ്കിൽ പ്രഷറുകളാണ് ഈ വാൽവ് അടയുന്നതിന് കാരണക്കാർ. ഓക്കെ, ദെൻ ഫീലർ ബൾബ് പ്രഷർ. ദ ഫോഴ്സ് ടെൻഡിങ് ടു ഓപ്പൺ ദ വാൾവ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫീലർ ബൾബ് പ്രഷർ. അപ്പോൾ ഫീലർ ബൾബ് പ്രഷറാണ് ഈ വാൽവ് ഓപ്പൺ ആകുന്നതിന് കാരണക്കാർ. അത് രണ്ടും ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പോൾ ആ ഫീലർ ബൾബ് പ്രഷർ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണ്? ഈ ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിലുള്ള ടെമ്പറേച്ചറിനെയാണ്, അല്ലെങ്കിൽ ആ സക്ഷൻ ലൈനിലെ ടെമ്പറേച്ചറിനെയാണ് ഫീലർ ബൾബ് പ്രഷർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ദെൻ ഓപ്പറേഷൻ ഓഫ് വാൾവ് ഈസ് കൺട്രോൾഡ് ബൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സാറ്റുറേഷൻ ടെമ്പറേച്ചർ ആൻഡ് ഫീലർ ബൾബ് പ്രഷർ വിച്ച് ഈസ് എ സൂപ്പർ ഹീറ്റ്. അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ എക്സിറ്റിലുള്ള സൂപ്പർ ഹീറ്റിനെ ആശ്രയിച്ചിരിക്കും ഈ വാൽവിൻ്റെ ഓപ്പണിംഗ്. അതായത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ സൂപ്പർ ഹീറ്റഡ് ടെമ്പറേച്ചറിനേക്കാളും കൂടിക്കഴിഞ്ഞാലോ കുറഞ്ഞു കഴിഞ്ഞാലോ ഫീലർ ബൾബ് പ്രഷറിന് വ്യത്യാസം വരും. അങ്ങനെ വ്യത്യാസം വന്നാൽ അത് വാൽവ് ഓപ്പൺ ആകുന്നതിനോ ക്ലോസ് ആകുന്നതിനോ കാരണമാകും. അപ്പോൾ എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സൂപ്പർ ഹീറ്റ് വാല്യൂ അതിലേക്ക് എത്താനായിരിക്കും ഈ ഓട്ടോമാറ്റിക് തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. The degree of superheat of the vapor refrigerant leaving the evaporator depends upon the initial setting of the spring tension, which can be changed with the help of spring adjusting screw. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ എത്ര ടെമ്പറേച്ചറുള്ള സൂപ്പർ ഹീറ്റ് വേപ്പർ വരണം എന്ന് നമ്മൾ ആദ്യമേ തീരുമാനിക്കും. അപ്പോൾ അതനുസരിച്ചായിരിക്കും നമ്മൾ ആ സ്പ്രിംഗ് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. When the valve is set for a certain superheat, then it maintains that setting under all load conditions on the evaporator. അപ്പോൾ നമ്മൾ വൺസ് സ്പ്രിങ് സെറ്റ് ചെയ്തു, അപ്പോൾ നമുക്ക് ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിലൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള സൂപ്പർ ഹീറ്റ് വേപ്പർ വരണം. ആ രീതിയിൽ സെറ്റ് ചെയ്താൽ പിന്നെ ലോഡ് എത്രമാത്രം വേരി ചെയ്താലും എന്ത് സംഭവിക്കും? ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ ഈ ഒരു ടെമ്പറേച്ചറുള്ള റെഫ്രിജറൻറ്റ് വേപ്പർ മാത്രമേ ഉണ്ടാകൂ. അതാണ് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ്. ഇനി ലോഡ് ഓൺ ദി ഇവാപ്പറേറ്റർ ഇൻക്രീസസ്. ഇവാപ്പറേറ്റർ ലോഡ് കൂടുന്നു എന്ന് കരുതുക. അങ്ങനെ എന്ത് സംഭവിക്കും? ഇവാപ്പറേറ്റർ ലോഡ് കൂടുക മീൻസ് ഇവാപ്പറേറ്ററിൽ കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ അതുമൂലം എന്ത് സംഭവിക്കുന്നു? ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ വരുന്ന ആ റെഫ്രിജറൻ്റ് വേപ്പർ നമ്മൾ സെറ്റ് ചെയ്ത വാൽവിനേക്കാളും കൂടുതൽ സൂപ്പർ ഹീറ്റഡായി പോകുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും? ഫീലർ ബൾബ് പ്രഷർ ഇൻക്രീസസ്. അങ്ങനെ സംഭവിച്ചാൽ ഫീലർ ബൾബ് പ്രഷറും ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത് മൂലം വാൽവ് ഓപ്പൺ ആകും, കൂടുതൽ റെഫ്രിജറൻറ്റിനെ ഇവാപ്പറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യും. Diaphragm moves downward and opens the valve to admit more liquid refrigerant to the evaporator. ഓക്കെ, അങ്ങനെ കൂടുതൽ ഇവാപ്പറേറ്ററിനെ സപ്ലൈ ചെയ്ത് എപ്പോഴാണോ നമ്മൾ സെറ്റ് ചെയ്ത ആ വാൽവിലേക്ക്
എത്തിച്ചേരുന്നത്, അപ്പോൾ ബാലൻസ്ഡ് കണ്ടീഷനായി മാറും. ദിസ് കണ്ടിന്യൂസ് ടിൽ ദ പ്രഷർ ഇക്വിലിബ്രിയം ഓൺ ദ ഡയഫ്രം ഈസ് റീച്ച്ഡ്. ഇനി അടുത്ത കേസ് എടുക്കുക, ഇവാപ്പറേറ്ററിലെ ലോഡ് കുറയുന്നു എന്ന് കരുതുക. മീൻസ് വെച്ചാൽ ഇവാപ്പറേറ്ററിലെ ലോഡ് കുറഞ്ഞത് മൂലം ലിക്വിഡ് റെഫ്രിജറൻ്റ് അധികം ഹീറ്റൊന്നും അബ്സോർബ് ചെയ്യുന്നില്ല. ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിലെത്തിയപ്പോൾ വളരെ താഴ്ന്ന ടെമ്പറേച്ചർ, നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചറിനേക്കാളും താഴ്ന്ന ടെമ്പറേച്ചറുള്ള റെഫ്രിജറൻ്റാണ് എത്തിയതെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും? ലെസ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഇവാപ്പറേറ്ററിൻ്റെ ഇവാപ്പറേറ്റർ കോയിൽ. കാരണം ഇവാപ്പറേറ്ററിൽ ലോഡ് കുറവായതുകൊണ്ട് തന്നെ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലിക്വിഡ് റെഫ്രിജറൻ്റ് വേപ്പർ ഫോമിലേക്ക് മാറിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ വരുന്നത് നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചറിനേക്കാളും താഴ്ന്ന ടെമ്പറേച്ചറിലുള്ള റെഫ്രിജറൻ്റ് ആയിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? എക്സസ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഫ്ലോസ് ടുവാർഡ്സ് ദ ഇവാപ്പറേറ്റർ ഔട്ട്ലെറ്റ് കൂൾസ് ദ ഫീലർ ബൾബ്. അപ്പം അങ്ങനെ വന്നാൽ ഈ ഇവാപ്പറേറ്ററി എക്സിറ്റിൽ കൂടുതലും ലിക്വിഡ് ഉണ്ടാകും, ലിക്വിഡ് റെഫ്രിജറൻറ്റുകൾ ഉണ്ടാകാം. കാരണം ഹീറ്റ് കുറച്ചേ ഇവാപ്പറേറ്ററിൽ നിന്ന് അബ്സോർബ് ചെയ്തുള്ളൂ. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഫീലർ ബൾബിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് താഴും. ഓക്കെ, കാരണം ഫീലർ ബൾബ് ആ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്ത വാൽവിനേക്കാളും താഴ്ന്നൊരു ടെമ്പറേച്ചർ ആയിരിക്കും ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റ് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫീലർ ബൾബിലെ പ്രഷർ കുറയും. അങ്ങനെ ഫീലർ ബൾബിലെ പ്രഷർ താഴ്ന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡയഫ്രം മുകളിലേക്ക് പൊങ്ങും, വാൽവ് അടയും, ഇവാപ്പറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആ ലിക്വിഡ് റെഫ്രിജറൻ്റ് എമൗണ്ട് അങ്ങനെ കുറയ്ക്കും. അപ്പോൾ അതാണ് ഈ പറയുന്നത്, ഡയഫ്രം മൂവ്സ് അപ്വാർഡ് ആൻഡ് റെഡ്യൂസസ് ദ ഓപ്പണിംഗ് ഓഫ് ദ വാൽവ്. ദി ഇവാപ്പറേറ്റർ പ്രഷർ ഡിക്രീസസ് ഡ്യൂ ടു റെഡ്യൂസ് ദ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഫ്ലോയിങ് ടു ദ ഇവാപ്പറേറ്റർ. അപ്പോൾ ആ രീതിയിൽ ലോഡ് കുറഞ്ഞതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവാപ്പറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്ന ലിക്വിഡ് റെഫ്രിജറൻ്റ് എമൗണ്ടും കുറയ്ക്കും. This continues till the evaporator pressure and the spring pressure maintains equilibrium with the feeler bulb pressure. Then അതിനുശേഷം ഈ രീതി തുടർന്നുകൊണ്ടിരിക്കും എപ്പോഴാണ് ബാലൻസ്ഡ് ആകുന്നവരെ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവ് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ലോഡ് കണ്ടീഷൻസിലും, അതായത് ലോഡ് കൂടുതലായിക്കോട്ടെ, ലോഡ് കുറവായിക്കോട്ടെ, അല്ലെങ്കിൽ നോർമൽ കണ്ടീഷൻ ആയിക്കോട്ടെ, ഏതവസ്ഥയിലായാലും ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ എപ്പോഴും ഒരു സൂപ്പർ ഹീറ്റഡ് വേപ്പർ നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ ഉള്ളത് എത്തും എന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വാൽവ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കംപ്രസറിലേക്ക് കയറുന്നതായാലും 100% വേപ്പറാണ് എന്നും എൻഷുർ ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത എക്സ്പാൻഷൻ ഡിവൈസുകളായ ലോ സൈഡ് ഫ്ലോട്ട് വാൽവും ഹൈ സൈഡ് ഫ്ലോട്ട് വാൽവും നോക്കാം.